തിരുവനന്തപുരത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിജിലൻസ് സിഐ അനൂപ് ചന്ദ്രനെതിരെ പോലീസ് ചുമത്തിയത് നിസ്സാര വകുപ്പുകൾ. ചീത്ത വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, കൈകൊണ്ട് മർദ്ദിക്കുക എന്നീ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. അതേസമയം മർദ്ദനമേറ്റ വിനോദിനെതിരെ SC/ST അട്രോസിറ്റികൾ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് വിനോദിന്റെ തീരുമാനം. വിജിലൻസ് സിഐ അനൂപ് ചന്ദ്രന്റെ മർദ്ദനമേറ്റ വിനോദ് കുമാർ ഇപ്പോഴും ആശുപത്രിയിലാണ്. നിയമം നടപ്പാക്കേണ്ടവർ നിയമം കയ്യിലെടുത്തിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. നിസ്സാര വകുപ്പുകൾ ചുമത്തി സിഐക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കുകയാണെന്ന് കൂടി പറയേണ്ടി വരും. ഗ്യാസ് പൈപ്പ് നിർമ്മാണത്തിനായി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കരാർ കമ്പനി ജീവനക്കാരനായ വിനോദ് കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും നിസ്സാര വകുപ്പുകളാണ് സിഐ അനൂപ് ചന്ദ്രനെതിരെ ചുമത്തിയത്. മർദ്ദനത്തിൽ വിനോദിന്റെ മുഖത്തെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു. പക്ഷേ ചീത്ത വിളിച്ചു, ഭീഷണിപ്പെടുത്തി, കൈകൊണ്ട് മർദ്ദിച്ചു തുടങ്ങി കുറ്റങ്ങൾക്കാണ് കേസെടുത്തത്. സിഐയുടെ പരാതിയിൽ മർദ്ദനമേറ്റ വിനോദിനെതിരെ SC/ST അട്രോസിറ്റി ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി. വിനോദിനെതിരെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിനും കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. ലഭിച്ച പരാതിയിന്മേൽ കേസെടുത്തതാണെന്നും അന്വേഷണത്തിന് ശേഷം വകുപ്പുകൾ കൂട്ടിച്ചേർക്കുമെന്നുമാണ് പോലീസിന്റെ വാദം. എന്നത്തെയും പോലെ അവസാനത്തെ അടവ് പോലീസ് ഇവിടെയും പ്രയോഗിച്ചു. മർദ്ദനത്തിനിരയായ വിനോദ സിഐയെ ജാതി വിളിച്ചു, സിഐയുടെ ഭാര്യയെ ആക്രമിച്ചു. തുടർന്ന് ജാമ്യമില്ലാത്ത വകുപ്പനുസരിച്ച കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന്റെ ഈ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിനോദ. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.